നായ്ക്കള് നമ്മളെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് നടന്നതിന് എന്നിട്ട് ഇതിനെ പറ്റണ് തൂഫാനാക്കിയിട്ട് നന്നായി കേടുക വന്നിട്ടുണ്ട് നമ്മളെ ഉമരപ്പൂവിൻ്റെ. അപ്പോൾ നമ്മളെന്തായാലും കമ്പിവേലൊരു നെറ്റ് കെട്ടിയിട്ടുണ്ട്. നായ്ക്കൾ നമ്മളെ കോഴികളെ പിടിച്ചത് കാരണത്താൽ നമ്മളെന്തായാലും ഇപ്പോൾ കമ്പിവേൽ നെറ്റ് കുറച്ച് 4x4 വീതിയുള്ള നെറ്റാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സാധാ പ്ലാസ്റ്റിക്കിൻ്റെ വലയുണ്ട് കേട്ടോ. സാധാരണ നമ്മളുള്ള വലയുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇത് കടിച്ച് പൊളിച്ച് നമ്മളെന്തായാലും നായ്ക്കൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാനുള്ള വഴികളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എന്തായാലും നമ്മളെ നായ്ക്കൾ കയറിയൊരു ഭാഗമാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്തുള്ളത്. നമ്മളെ ബാക്ക് സൈഡിലായിരുന്നു നായ്ക്കളെ കയറിയിട്ടുണ്ടായിരുന്നത് കൂടിനെ. അപ്പോൾ കൂടിനെ നമ്മൾ സേഫ് ആക്കിയിട്ട് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് വെച്ച് പിന്നെ ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ പ്രാവും ഇതിൻ്റെ ഫ്രിഗ് ബോക്സിൻ്റെ അതാണ്. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് കടിക്കാൻ പറ്റില്ല. അതിൻ്റെ പുറത്ത് തന്നെ നമ്മൾ എന്തായി നെറ്റും കെട്ടിയിട്ടുണ്ട്. എന്തായാലും കടിച്ച് പൊളിക്കാൻ നമുക്ക് ഇവർക്ക് പറ്റില്ല. അത് കാരണം തന്നെ കൂടിൻ്റെ ഉള്ളിലേക്ക് എത്താത്ത തരത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇവിടുന്ന് മൊത്തത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ മൊത്തം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നമ്മളെ കോഴികളെയൊക്കെ അടക്കം ചെയ്തിട്ടുള്ളത്. ഇനി എന്തായാലും നമുക്ക് ഇവിടെ ഇങ്ങനെ കൃഷി നടത്തിയിട്ട് നമുക്ക് ചെറിയ കൃഷികൾ അതാണ് നമ്മളെ ഈ ഭാഗത്ത് തന്നെ നമ്മളെ കുറ്റിക്കുരുമുളകാണ് കണ്ടോ. അതൊക്കെ ഇപ്പോൾ നമുക്ക് തിരി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് നടന്നതിൻ്റെ വീഡിയോസ് മുട്ടുണ്ടാകുന്നു. നമ്മൾ ആദ്യം ഇതേപോലെ കുളന്ന് നമുക്ക് കുറച്ച് സ്കൂളിൽ നിന്ന് ഓണത്തിന് കുറച്ച് വിത്തുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ആമിർ നട്ടതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞങ്ങളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. ഏതൊക്കെയോ മുളച്ചുകൊണു. പയറിൻ്റെ വിത്തുണ്ട്, അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പൂള നമുക്കിനി പറിക്കാനുള്ളതാണ്. ഏകദേശം ഒരു വർഷം ആയിട്ടുള്ള പൂളയാണ്. അപ്പോൾ നമുക്ക് ഒരു വർഷത്തിലധികം ആയിട്ടുണ്ടാവും ഈ പൂള. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഇതിൻ്റെ മുന്നേ ആദ്യം ഒരു 30 കിലോ ഒരു മൂടുന്ന 30 കിലോ കിട്ടുന്നതിൻ്റെ ഒരു വീഡിയോസ് കിട്ടാവുന്നു. ഇനി എന്തായാലും ഇതൊന്നും വിടാണ്ട്. അതേപോലെ തന്നെ നമ്മളെ ആമിറൂന് ഇതിവിടെ കുച്ചിക്കുരുമുളകിൻ്റെ 4 ഐറ്റം സാധനം കേട്ടോ. ഇത് തെക്കൻ പെപ്പറാണ്, കൊടകനുണ്ട്, കുമ്പക്കല്ലുണ്ട്, അതേപോലെ തന്നെ കൈരളി. ആമിറൂൻ്റെ അത് എന്താ പറയുക ചീരകൃഷിയാണ്. എന്തായാലും ചീരകൃഷി നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടിയ കാരണം തന്നെ വല്ലാതെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെച്ചത്. എന്തായാലും നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇതിന് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കണം. കാണല്ലേ ഇവിടുന്ന് ചീരതാ നമ്മളെ പൂളക്കേങ്ങാണ് കേട്ടോ. ഇത് പൂളക്കേങ്ങ കൂടെ കുറച്ച് ലെയർ മാസം കൂടി മിക്സ് ചെയ്തിരിക്കണം. ഇത് നമ്മളെ വീട്ടിലെ കോഴികൾക്കും താറാവുകൾക്കും കൊടുക്കണ പോലെ തന്നെ നമ്മളെ പ്രാവുകൾക്കും കൊടുക്കാനുള്ളതാണ്. നമ്മളെ ആമിർമോൻ്റെ പ്രാവുകൾക്കും കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ 2 പ്രാവുകൾ ഉള്ളിൽ കയറിയിട്ടില്ല. ഇന്നലെ ഞാൻ തന്നെയാണ് കൂടെ അടച്ചത്. ആമിർ ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മളത്ര ശ്രദ്ധിച്ചോളൂ. കോഴിക്കൂട്ടിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രാവുകൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് കാരണത്താൽ കോഴികളെ ആദ്യം വിട്ട് കഴിഞ്ഞാൽ ഇവരാദ്യം വിട്ടിട്ടില്ലെങ്കിൽ ഇവരെ പ്രാവുകൾക്ക് ചിലപ്പോൾ തീറ്റ കിട്ടൂല. ഇതല്ലേ നമ്മളെ പ്രാവുകൾ വീട്ടിലെ പ്രാവുകൾ കഴിക്കണല്ലേ. അടിപൊളിയായിട്ടാണ് നമ്മളെ പൂളക്കേങ്ങും അതുപോലെ തന്നെ ലെയർ മാഷും കഴിക്കുന്നത്. ഇതൊരു നേരം നമ്മൾ ഇതേപോലെ പൂളക്കേങ്ങും ഒരു നേരം ലെയർ മാഷും അതിൻ്റെ കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ വീഡിയോസ് നമുക്ക് വഴിയെ കാണാം. പിന്നെ നമ്മളെ കൂടിയത്തെ പ്രാവുകളാണ് ഇപ്പോൾ ഈ നമ്മളെ കൂടിയതെന്ന് പറഞ്ഞാൽ നമ്മളെ ആമിറമോൻ്റെ പ്രാവുകൾ. ഒരു കൂട്ടത്തിൽ ഹിതാശും ഉണ്ട് കേട്ടോ അതിൽ. വെള്ളക്കുവ അതുപോലെ വേറൊരു പേരും കൊണ്ട് പേര് കിട്ടുന്നില്ല. എന്തായാലും ഇത് നമ്മളെന്തായാലും കൂടുതൽ വെക്കണതാണ്. ഈ ഒരു പ്രാവശ്യം ഞങ്ങൾ പൂവക്കിഴങ്ങ്
അവധി ഞങ്ങൾ എന്തായാലും പ്രാവശ്യം കുറച്ച് വെക്കുള്ളൂ. നമ്മളെ വീട്ടിലേക്ക് മാത്രമായിട്ടുള്ള ഇതാണ് വെക്കണത്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ കുറച്ച് വിൽക്കാനും പാടെ വെക്കാറുണ്ട്. ഇത് പൊടി ഉണ്ടാക്കാനാണ് കേട്ടോ. പൂവപ്പൊടി ഉണ്ടാക്കിയിട്ട് മൂത്രച്ചൂടിനൊക്കെ അടിപൊളി സാധനമാണിത്. ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ഇതിൽ തന്നെ നീലക്കൂവുണ്ട്, മഞ്ഞക്കൂവുണ്ട്. പക്ഷെ ഇത് വെള്ളക്കൂവയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇത് വെള്ളക്കൂവയാണ്. ഓക്കെ, ഏകദേശം ഇത്ര മതി കേട്ടോ. ഒരെണ്ണം ഇതൊന്ന് നമ്മൾ ചിലപ്പോൾ 5, 6, 10 കിലോ എടുക്കും. അത്ര സാധനം ഉണ്ടാവും ഈ ഒരു സാധനത്തുമ്പോൾ തന്നെ. ചിലപ്പോൾ അതിന് വേണ്ടി 2 കിലോ ആവും. അപ്പോൾ പല രീതിയിലും നമുക്കിത് കൃഷികൾ നമ്മളെ സഹായിക്കും. ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വരും, എന്നാലും നമ്മളെ കാര്യങ്ങളൊക്കെ ഇതുവരെയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്രാവശ്യം ഇതമോളൊക്കെ പാടെ കൂടിയിട്ട് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെ ആമിർ ഇലാശേ നമ്മൾ ഇതാശിന്ന് LKGക്കൊക്കെ പോയിട്ട് യൂണിഫോമൊക്കെ ഇട്ട് സെറ്റായിക്കാണ്. അതുകൊണ്ട് ഇന്നോന് ഒന്നിനും പണിക്കൊന്നും ഇല്ലത്തര. സ്കൂളിൽ പോയാൽ എങ്ങനെയാണെന്നാ പറയണത്. ഇനിയിപ്പോൾ പണിക്കൊന്നും കൂടൂലെന്നൊക്കെ ഇപ്പം പറയണത്. എന്തായാലും ഒന്ന് ഉച്ചക്ക് പോരൊക്കെ ചെയ്തേക്കണു. കരഞ്ഞിട്ട് അല്ലേ? കരഞ്ഞായിരുന്നോ? അപ്പോൾ എന്തായാലും ഇനി കരയില്ലാന്നൊക്കെ പറയണത്. അല്ല ഇനി കരഞ്ഞ അപ്പം ഞങ്ങൾ യൂട്യൂബിലിടും അല്ലേ ദാശോ? കരയണ യൂട്യൂബിലിടും. ഇന്ന് ഞങ്ങളോട് തെറ്റിക്കാണ്. ഇന്ന് യൂണിഫോമും മണ്ണാക്കൂലെന്ന് പറഞ്ഞത്. ആർക്ക് കാണിച്ചു കൊടുക്കാനാണ്? മാമിക്ക് കാണിച്ചു കൊടുക്കാനാട്ടോ. മഴക്കാലത്ത് വരുന്ന വലിയൊരു പ്രശ്നമാട്ടത് അത് നമ്മളെ ഒമരപ്പുഴു. മഴക്കാലത്തു നിന്നല്ല, ചില സമയങ്ങളിലൊക്കെ ഇത് വരും. അവരിതിൻ്റെ അടിയിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ഇതിനെ പറ്റണ് തൂഫാനാക്കിയിട്ട് നമ്മളെ കയ്യിൽ തരും. ഉണ്ടോ ഇല ഉണ്ടോ? ഒരു ഇലയുടെ പാടാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ എന്തായാലും വേപ്പെണ്ണ നന്നായിട്ട് തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ വേപ്പെണ്ണ അടിച്ചു കൊടുത്തതിൻ്റെ കോലാണ് ഇപ്പോൾ അത്. ഉണ്ടോ അതാണ് ഇതിൻ്റെ പുറത്താണ് ഇവരുണ്ടാകുക. നല്ലതായിട്ട് ഇവർ കൊണ്ട് പെരുകും. മഴക്കാലത്ത് നമുക്ക് വല്ലാതെ മരുന്നടിക്കാൻ പറ്റില്ല. അത് കാരണത്താൽ ഇവർ ഇങ്ങനെ ഉഷാറായിട്ട് വരും. അപ്പോൾ നമ്മൾ കിട്ടിയ ഗ്യാപ്പ് എപ്പോഴാണെന്ന് വെച്ചെങ്കിൽ അപ്പോൾ നമ്മൾ മരുന്നടിച്ചോളണം. എന്തായാലും നമ്മളെ ചേനയിലുള്ള അനശ്വര പയറാണ് കേട്ടത്. അത് നമ്മളും കുറച്ച് കാണാൻ വഴുകിപ്പോയി. അത് കാരണത്താൽ നമ്മളെ കുറേ ഇലകളൊക്കെ നഷ്ടമായി. എന്തായാലും ഇനിയുള്ളത് ഉഷാറായിട്ട് വരും. അപ്പോൾ എന്തായാലും വേപ്പെണ്ണൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാട്ടോ. പാറമല്ലും നെല്ലുകുത്തി ഉമിയും കമ്പോസ്റ്റ് മാർ ചേർത്തുള്ള നമ്മളെ വഴുതന കൃഷി ഒരു വർഷം മുന്നേ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ അതിൻ്റെ വീഡിയോസ് വിട്ടതാണ്. വാട്ടരോഗത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് പല ആളുകളും പറഞ്ഞു തന്നതാണ്. ഇപ്പോഴും നല്ല ഉഷാറായിട്ട് തന്നെ കായകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഉഷാറായിട്ട് വരും. നല്ല കണ്ടോ, നല്ല കായും പൂവൊക്കെ ഉണ്ട്. മഴക്കാലമാകുമ്പോൾ അസുഖം വരും. അപ്പോൾ അതിനെ മരുന്നടിക്കാനുള്ളൊരു പ്രശ്നങ്ങളാണ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കുമ്പളം, മത്തം, വെള്ളരി, കുക്കുംബർ നന്നായി കേടുവരുത്തുന്ന സാധനമാണിത്. നമ്മൾ വിവേറി അടിച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ ഇവരെ ഈ പ്രശ്നം തീരും. അതേപോലെ തന്നെ എന്താ പറയുക, വെർട്ടിസീരീനെ അടിച്ചു കൊടുക്കുകയെന്ന് വെച്ചാലും ഇവരെ ഈ പ്രശ്നങ്ങൾ തീരും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസുകൾ ഞാൻ ഇവിടുണ്ട്. ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്നവർക്കൊക്കെ ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ നമ്മൾ ചക്കര ചേമ്പ്, മധുരക്കിഴങ്ങ് എന്തായാലും പൊന്ത കെട്ടി. അപ്പോൾ ഇനി എന്തായാലും ഇതിന് ചെറിയൊരു അസുഖം വന്നിട്ടുണ്ട്. നമ്മൾ ഒമരപ്പൂവിൻ്റെ ഇല കേടുവരുത്തുന്നതിൻ്റെ ഒരു അസുഖം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ മരുന്നുകൾ അടിച്ചു തുടങ്ങണം. മഴ നമ്മളെ സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എന്താ കേടുകൾ
ഉഷാറായിട്ടുണ്ട്. ഈ കേടും കൂടി ഒന്ന് തീർന്നു കിട്ടിയാൽ നമ്മളെ ചക്കര ചേമ്പ് ശരിയാവും.